ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുരയ്യ നസിൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ബിരിയാണിയുമായിട്ടാണ്. അത് ട്രിവാൻഡ്രം ബിരിയാണി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ട്രിവാൻഡ്രം ബിരിയാണി ഒരുപാട് വ്യത്യാസമാണ്. നമ്മുടെ മലബാർ ബിരിയാണിയിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്തായിരുന്നാലും നമ്മുടെ ജീരകശാല അരിയുടെ അത്ര ടേസ്റ്റ് ഒന്നും വരില്ല. അപ്പം നമ്മൾ അതിലൊരുപാട് ഫ്ലേവേഴ്സ് ചേർത്ത് കഴിഞ്ഞാൽ ആ റൈസിന് തന്നെ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്ന് ട്രിവാൻഡ്രം ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ മോൻ്റെ ചെറിയാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എടുത്തതായിരുന്നു. അന്ന് ഞാൻ ക്യാമറ എടുത്തതും ശരിയായിട്ടില്ല, പറഞ്ഞതും ശരിയായിട്ടില്ല. അപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വോയിസ് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് നല്ല ബിരിയാണിയാണ് പക്ഷേ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സാഹചര്യം ഒത്തു വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു വീഡിയോയും കൂടി എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റിയുള്ള ബിരിയാണിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വടക്കോട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഏകദേശം ഒരു ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ അടുത്തൊക്കെ വരും അതുപോലെയുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ് കേട്ടോ. അതൊരു 8 പീസായിട്ട് ബിരിയാണിക്ക് വേണ്ടിയായിട്ട് 8 പീസായി കട്ട് ചെയ്ത് വാങ്ങിയതാണ്. നമുക്ക് 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 1/2 കിലോ സവോള എടുത്തിട്ടുണ്ട്. 1/2 കിലോ സവോള നമ്മുടെ മസാലയ്ക്കും പിന്നെ അതുപോലെ ഗാർണിഷ് ചെയ്യുന്നതിന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്യണം, ഒരു കൈപ്പിടി. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ആയിട്ടാണ് സവോള ഇതുപോലെ നൈസായി അരിഞ്ഞ് മാറ്റി വെക്കുക. ഇനി വേണ്ടത് നമുക്ക് ജിഞ്ചർ ഗാർലിക്കാണ്. ജിഞ്ചർ ഗാർലിക് ഞാൻ 60 ഗ്രാം ഈച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. പിന്നെ വെളുത്തുള്ളിയുടെ കൂടെ ഞാനൊരു 7 പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ചതച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ട്. വലുതാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. അത് 4 പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ തെക്കോട്ട് എല്ലാവരും ബിരിയാണികളിൽ പൈനാപ്പിൾ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു ഹാഫ് എടുത്തിട്ടുണ്ട്. ഇനി വളരെ ചെറുതായിട്ട് നുറുക്കി വെക്കണം. അപ്പോൾ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് റംബയിലയാണ്. റംബയില പാൻഡൻ ലീവ്സ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് 2 എണ്ണം വേണം. അത് റൈസിലിടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ഞാനിവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് പുളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് കൂടെ വേണം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാൻ ജിഞ്ചർ ഗാർലിക്കിൽ ഓരോ ടീസ്പൂൺ വെച്ച് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അടുത്തത് റൈസാണ് വേണ്ടത്. റൈസ് ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ബസ്മതി റൈസ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ച് പഴകിയ റൈസാണ് ഒരു വർഷമെങ്കിലും പഴകിയ റൈസാണ് നല്ലതെന്ന് പറയലുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഈ പൊടിയുള്ള ഒരു ടൈപ്പ് ബസ്മതി റൈസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 1/2 മണിക്കൂർ കറക്റ്റ് കുതിർത്താനായിട്ട് വെക്കണം. കറക്റ്റ് 1/2 മണിക്കൂർ വെച്ചാൽ മതിയാകും കേട്ടോ. എന്നാലേ വേവ് ശരിയാവുള്ളൂ. ഇനി ഒരു ബിരിയാണി പോട്ടെടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് 250 ml സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഗാർണിഷ് ചെയ്യുന്നതിന് കുറച്ച് സവോള ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയിട്ട് ഒരു നാപ്കിൻ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ എക്സസ് ഓയിലൊക്കെ പിടിച്ചിട്ട് ക്രിസ്പിനെസ് അങ്ങനെ ഉണ്ടാവും. അതിലേക്ക് തന്നെ നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കോരിയെടുക്കാം.
അപ്പോൾ സെയിം ആ ഇതിൽ തന്നെ ഓണിയൻ്റെ പുറത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. സെയിം ഓയിലിൽ തന്നെ നമുക്കിനി ബാക്കിയുള്ള സവോള ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നല്ലതുപോലെ വഴന്നു വരുമ്പോൾ ഒരു 10 മിനിറ്റ്സ്, എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനൊരു 10-15 മിനിറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ഇടണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതിയാകും. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഓൾറെഡി കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി ആയിപ്പോയി. ഇതിപ്പോൾ ഉള്ളിയിലൊന്ന് ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വേണം മസാലപ്പൊടി ഇടാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളിയും ഒക്കെ ആയിട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലതുപോലെ മിക്സ് ആകട്ടെ. അതൊരു 5 മിനിറ്റ്സ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇതിൽ ഉപ്പെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി വേറൊരു പോട്ടിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. ഞാൻ അറൗണ്ട് ഒരു 3 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 8 ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം തിളച്ച് വരട്ടെ. നമ്മളിപ്പോൾ കുതിർത്താൻ വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, അത് വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ തിള വരുമ്പോഴത്തേക്കും നമുക്ക് ആ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് റെമ്പ ഇല 2 എണ്ണം ഉണ്ടല്ലോ, അത് ഒന്ന് ചെറിയൊരു നോട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. അത് റൈസിനൊരു ഫ്ലേവറും ഒരു മണമൊക്കെ വരുന്നതിനാണ് ഈ ഇല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അറൗണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു 10 മിനിറ്റ് പോലും അധികം തിളയ്ക്കരുത്. ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് പോകും. എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് കുതിർന്ന അരിയാണ്. ഒരു 70% മാത്രമേ ഇത് കുക്കാവാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞും പോകത്തില്ല. വായിലിടുമ്പോൾ ചെറുതായിട്ടൊരു കടക്ക് ഉണ്ടാവും. അതാണ് പാകം. അപ്പോൾ ഞാനിത് ആയപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം വാർന്ന് ഒരു കൊളാണ്ടറിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം വാർന്ന് ഇനി അത് നമുക്കിത് മാറ്റി വെക്കാം. അതിൽ തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു വേണ്ട. ഇത് പാകമാണ് കേട്ടോ. 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്കസ് അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്കസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കുക, എന്നിട്ട് മിക്സിയിൽ അരച്ച് എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി കുറവായിരുന്നു, തൈരിൻ്റെ പുളി കുറവായിരുന്നത് കൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിനി ദം ചെയ്യാൻ പോവാണ്. ഇതുപോലെയാണ് ഞാൻ ദം ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ ഞാൻ ബിരിയാണി പോട്ടെടുത്ത് വെക്കുന്നുണ്ട്, മസാല എടുത്ത് വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. ഒരു 10 തണ്ട് വെച്ചിട്ട് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക കേട്ടോ. അതിൽ നിന്നൊരു 1/4 ഭാഗം നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 10 തണ്ട് മതിയാകും. കൂടുതലാകുമ്പോഴത്തേക്ക് ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും, അതുകൊണ്ടാണ്. ബാക്കിയുള്ളത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ്റെ കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പൈനാപ്പിൾ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. കുനുകുന അരിഞ്ഞെടുക്കണം. ഈ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ തേങ്ങ തിരുമുന്നതുണ്ടല്ലോ, അതിൽ വെച്ചിട്ടൊക്കെയാണ് അവർ തിരുമിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നവരുണ്ട്, പക്ഷേ പൈനാപ്പിളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്ന 1/4 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ലേശം മഞ്ഞ കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞ കളർ ഓപ്ഷനാണ്. മഞ്ഞ കളറും റെഡ് കളറും ആഡ് ചെയ്യലുണ്ട്. അപ്പം ഞാൻ 2 കളറും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ദം ചെയ്യാനായിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈങ് പാൻ്റെ മേലെയാണ് ഈ പോട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാതി റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഹൈയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പാതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിടാം. ഇതിലേക്ക് ഇനി ഗീ ആണ്. ഗീ ഏകദേശം ഒരു 100 ml ഗീ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്യുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു പാതി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുകയാണ്, എല്ലാ റൈസിലും പറ്റത്തക്ക വിധത്തിൽ. അതിലേക്ക് പിന്നെയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പാണ്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനിയും നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ, ലേശം പൈനാപ്പിൾ കട്ട് ചെയ്ത്. അപ്പോൾ 3 സ്റ്റെപ്പിൽ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നത് ഇടുന്നുണ്ട്. പക്ഷെ പൈനാപ്പിൾ കടിക്കത്തൊന്നുമില്ല കേട്ടോ, ഫുൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞ കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മഞ്ഞ കളർ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ റെമ്പേല ഉണ്ടല്ലോ അതവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് ദം ആയതിന് ശേഷം എടുത്ത് കളയാം. ഇതൊന്ന് പരത്തിയിട്ടതിന് ശേഷം പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ഗീ ഇട്ട് കൊടുക്കുക. ഗീ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയാറുണ്ട് ഈ റൈസ് എന്ന് പറയുന്ന ഒരു വികാരം ഇല്ലാത്ത റൈസാണ്, അപ്പോൾ എന്തൊക്കെയോ ചേർത്താലേ അതിനൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ. ശരിക്കും അവരൊക്കെ കോഴിക്കോടുള്ളതുകൊണ്ട് അവർക്ക് ഈ ജീരകശാല അരിയിലാണല്ലോ എല്ലാം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഈ അരിയൊന്നും അത്ര ഇഷ്ടമില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 3rd സ്റ്റെപ്പിലും പൈനാപ്പിൾ ഇടുന്നുണ്ട്, ഗരം മസാല ഇടുന്നുണ്ട്, പിന്നെ അതുപോലെ എന്താ പറയുക ലാസ്റ്റ് വന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഓണിയനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓണിയൻ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈ ചെയ്യണമെങ്കിൽ കൂടുതൽ ഫ്രൈ ചെയ്ത് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കളറ് നേരത്തെ മാറ്റി വെച്ചിരുന്ന യെല്ലോ കളർ ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ 1/4 കപ്പ് പാലിൽ റെഡ് കളറും കൂടെ ഇടുമ്പോഴത്തേക്ക് അതിനൊരു ഓറഞ്ച് കളറായിട്ട് മാറും, അതും കൂടെ ഞാൻ ഒരു സൈഡിലായിട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടിയായിട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ദം ചെയ്യണം. നമുക്കിതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ദം ചെയ്യുന്നത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേ കറക്റ്റ് ദം ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മൂടി കൊണ്ട് കവർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം കൊണ്ട് മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ 1/2 അവർ അങ്ങനെ ഇരിക്കട്ടെ, ദമ്മിലിരിക്കട്ടെ. 1/2 അവർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട് ബിരിയാണി. നല്ല മണമൊക്കെ വരുന്നുണ്ട്, പൈനാപ്പിളിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൈനാപ്പിളിൻ്റെയും ഒരു പ്രത്യേക മണം വരും. അത് നിങ്ങളുടെ എന്താ പറയുക മലബാർ ബിരിയാണിയായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല, വേറൊരു ടേസ്റ്റ്. ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു ബിരിയാണിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുമ്പേ ഞാൻ ഉണ്ടാക്കിയതിൽ റെമ്പേല ഇട്ടിട്ടില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അത് അന്ന് എനിക്ക് കിട്ടാണ്ട് എന്നുകൊണ്ട് ഞാൻ ഇട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കിട്ടി, പിന്നെ എല്ലാവർക്കും ആ കംപ്ലൈൻറ്റൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പഴയ വീഡിയോ ആയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ടിൽ ദെൻ സുരിയ നിസിൻ, ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ ഈ ലാസ്റ്റ് കുറച്ച് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ ചെറിയൊരു വീഡിയോയും കുറച്ച് ഫോട്ടോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം. താങ്ക് യു.